ഞാൻ അന്നും എപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണ് ഞാൻ എപ്പോഴും ബുദ്ധി വളർന്നിട്ടില്ല. ഫ്ലാറ്റ് ആക്കിയ പിന്നെ ഫ്ലാറ്റ് കൊണ്ട് പോകാൻ ഇല്ല, വേറെ നമ്മൾ ഇവനേക്കാളി കുരുത്തക്കാണ് ഞാൻ. ഇപ്പോഴാണ് അമ്മയായത്. അപ്പൊ എനിക്ക് എന്റെ മക്കളെ പോലെ ഉള്ളവരൊക്കെ ഇവനല്ല കേട്ടോ. ഇവനുടനെ പിന്നെ പാപ്പ പാപ്പാന്ന് വിളിച്ച് പറയാൻ വരും. നീ എന്തിനീ ആവശ്യമില്ലാത്ത അത് രണ്ട് ക്യാമറ, ഒരു ക്യാമറ അങ്ങോട്ട് വെച്ച് മമ്മൂക്കയുടെ ഇൻട്രോ എടുക്കുന്നു, ഇവിടെ നിന്ന് ഒരു ക്യാമറ തിരിച്ച് ലാലേട്ടന്റെ ഇൻട്രോ എടുക്കും. രണ്ടുപേരും ഒരുങ്ങിക്കുന്നത് ആരുടെ ആദ്യം ആക്ടർ പറയും. അത് വലിയൊരു ഭാഗ്യമാ. പക്ഷെ അത് അതോടുകൂടി തീർന്നു പോയെന്നൊരു ഡൗട്ട്. കുറെ പഴങ്ങൾക്ക് ജന്മം നൽകുന്നു. അല്ല, വാഴയ്ക്ക് ഇവിടെ നിന്ന് ഉത്ഭവസ്ഥലം ഉണ്ട്. ഇത്രയും വെറൈറ്റി വാഴയിൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഈന്തപ്പഴത്തിലേ ഉള്ളൂ ഇത്രയും വെറൈറ്റി. ആപ്പിളിലൊക്കെ 3-4 വെറൈറ്റി ഉള്ളൂ, വാഴയ്ക്ക് എന്തുമാത്രം വെറൈറ്റി ഉള്ളൂ. ഈ വാഴയ്ക്ക് ഇത്ര അറിവുണ്ടെന്ന് എനിക്കറിയാം. ചിന്തിക്കണോ വാഴയെ പറ്റി പഠിക്കും. അല്ലാതെ ആരെങ്കിലും തരുമ്പോൾ ഒരു പഴം തിന്നോട്ടുണ്ടോ? മിക്കവാറും ഈ വർഷത്തെ കർഷക ഇത്തരത്തെ കർഷക വാഴ. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വാഴ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതിന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട കോട്ടയം നസീർക്ക, നോബി ചേട്ടൻ, ആനന്ദേട്ടൻ, ജോമോൻ ആൻഡ് മീനാക്ഷി. വെൽക്കം ടു ഷോ. ഓക്കെ, ആദ്യം നമുക്ക് നസീർക്കാതെ തന്നെ ഡയറക്ടറിൽ തുടങ്ങാം. പിന്നെ ഓക്കെ, നസീർക്കാടെ ഞാൻ പൂർണ്ണമായിട്ട് ഡയറക്ടർ, എന്താണ് വാഴ? വാഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ കാണുമ്പോൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്കൊക്കെ കിട്ടുന്ന അത് തന്നെയാണ് വാഴ. എന്ന് വെച്ചാ എന്താണ് വാഴ? നമ്മുടെ വാഴക്കൊല വീഴുന്നേ. കുറെ പഴങ്ങൾക്ക് ജന്മം നൽകുന്ന അതാണ് വാഴ. അതാണ് വാഴ. നമ്മളിപ്പോ വീട്ടിലൊക്കെ പറയില്ലേ, വാഴ ഇതിന് ഭേദം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേ? എനിക്ക് മനസ്സിലായിട്ടില്ല. വാഴ നല്ല ഫലമുള്ള. അതെ, വാഴ അതായത് ഏറ്റവും വലിയ ചെടിയാന്നാ പറയണ. വാഴ ഒരു ചെടിയാണല്ലോ, ചെടി എന്നാ പറയണ. അതുമല്ല, അതിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്, അതാണ് വാഴ. എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ 9 മാസം കൊണ്ടാണ് വാഴ. 10 മാസം അല്ലേ? 9 മാസം. പല ചെടികൾക്കും പല ഉത്ഭവ സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു കപ്പ എന്ന് പറയുന്നത് ബ്രസീലിൽ നിന്ന് ഒന്നേന്ന്, വാഴ എവിടെ നിന്നാണ് ഒന്നേന്ന് അറിയാം. കേരളമായിരിക്കും. അല്ലല്ലോ, വാഴ എവിടെ നിന്നേ? നമ്മൾ പല ചെടികളും പല രാജ്യത്തു നിന്ന് വന്ന ചെടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഴ എവിടെ? ബ്രസീലിനാണ് വാഴ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓ, അപ്പൊ എവിടുന്നാ ഈ ഗൾഫിലുണ്ട്, അത് മസ്കറ്റിലൊക്കെ ചെന്ന് ഇറങ്ങണം, വാഴ തോട്ടമുണ്ട് അല്ലേ? അല്ല, വാഴ ഇല്ലാത്ത സ്ഥലമില്ലല്ലോ, എല്ലാ സ്ഥലത്തും ഇല്ലേ വാഴ? ഈ വാഴയ്ക്ക് ഇത്ര അറിവുണ്ടെന്ന് എനിക്കറിയാം. അതെ, നല്ല അറിവ്. അല്ല, വാഴയ്ക്ക് ഇവിടെ നിന്ന് ഉത്ഭവ സ്ഥലം ഉണ്ട്. ഇത്രയും വെറൈറ്റി വാഴയിൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഈന്തപ്പഴത്തിലേ ഉള്ളൂ ഇത്രയും വെറൈറ്റി. ആപ്പിളിലൊക്കെ 3-4 വെറൈറ്റി ഉള്ളൂ, വാഴയ്ക്ക് എന്തുമാത്രം വെറൈറ്റി ഉണ്ടെന്ന് അറിയാം. ചിന്തിക്കണോ വാഴയെ പറ്റി പഠിക്കും. അല്ല, അത് നീ പഠിച്ചത് ആരെങ്കിലും തരുമ്പോൾ ഒരു പഴം തിന്നോട്ടുണ്ടോ? നീ പഠിച്ചല്ലോ, അതാണ് ഞങ്ങൾക്ക് നമ്മൾ കൃഷിദീപത്തിലേക്ക് വാഴയും അതിന്റെ ഉൽപ്പന്നങ്ങളും സിനിമയുടെ പ്രഭാഷണം. അതെ, തിരിച്ച് നമുക്ക് വാഴ സിനിമയിലേക്ക് എത്തുവാണെങ്കിൽ ഡയറക്റ്റ് ഒന്നും കൂടെ ഇത് പറഞ്ഞാട്ടെ, കറക്റ്റ് പറഞ്ഞാൽ എന്നാ വാഴ എന്ന് പറയുമ്പോ? വാഴ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താണ് വാഴ എന്ന് പേരിടാൻ കാര്യം എന്നുള്ളത്. അപ്പൊ വിപിൻ ചേട്ടൻ ആ പേരിടുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളെയൊക്കെ വീട്ടില് നമ്മളുടെയൊക്കെ ഒരുപാട് അവസ്ഥകളാണ്. ഇപ്പൊ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് വാഴ എന്ന് പറയുമ്പോൾ. അതായത് ചിലപ്പം ചിലര് പഠിത്തം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം, ചിലപ്പം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മള് വെറുതെ ഐഡിയലായിട്ട് ഒരു ഉപയോഗം ഇല്ലാതിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് വാഴ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയെ കൂടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തലമുറകളായിട്ട് ഇപ്പൊ നമ്മുടെ മക്കൾ ചിലപ്പോൾ അത് കേൾക്കുന്നുണ്ടാവും. പണ്ട് നമ്മളത് കേട്ടിട്ടുണ്ട്, നമ്മുടെ പിതാക്കന്മാർ അത് കേട്ടിട്ടുണ്ടാവും. ഇതൊരു ചെയിനായിട്ട് വരുന്നതാണല്ലോ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയിലുള്ള ആൾക്കാരും കേൾക്കുന്ന. ഇതിന് ഒരു വാഴ അല്ലേ? അല്ല, ചിലർ വീട്ടിൽ കൊണ്ട് പഴം തരുമ്പോഴേ, അല്ല ഞാൻ ഉദാഹരണം, ചിലർ നമുക്ക് പഴം തരണം എന്ന് വെച്ചു. ചില അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, അല്ലാതെ നമ്മളെങ്കിലും വീട്ടിൽ ചെന്നിരിക്കും, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായാലും ആരുടെ വീട്ടിലോ റിലേറ്റീവിടെ വീട്ടിൽ പോയിരുന്നാലും ചിലർ വന്ന് പഴം എടുത്ത് കഴിക്കും. നമ്മളെ സ്വന്തം ഒരിടത്തിലെ പിന്നെ വളമിടാത്ത സാധനമാണ് എന്ന് പറഞ്ഞ് അല്ലേ, വളമിടാത്ത പഴമാണ് കഴിക്കാൻ സന്തോഷത്തോടെ. വീണ്ടും കൃഷി ദീപത്തിലേക്ക് പോകുന്ന സംശയം. മിക്കവാറും ഈ വർഷത്തെ കർഷക ഇത്തരത്തെ കർഷക വാഴ. തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ
ഇതിനകത്ത് അച്ഛനായിട്ടാണ്, അതായത് ഇത്രയും കുട്ടികളുടെ ഇതിനകത്ത് ആരുടെ മകനായിട്ടാണ്, ഇത്രയും കുട്ടികളിൽ ആരുടെ മകന്റെ അച്ഛനായിട്ടാണ് ഇതിൽ കൊള്ളാവുന്ന ആരാന്നോ? അവിടെ ഉണ്ട് അമിത്തിന്റെ Okay. അച്ഛനാണ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഉള്ളൊരു സാധാ ഫാമിലി ആയിട്ട് മകളുടെ പ്രതീക്ഷയൊക്കെ ഉള്ള ഒരു അപ്പനായിട്ടുള്ളതാണ്. കുറെ പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ ഡയറക്ടറാ പറയേണ്ടത് അല്ലേ, എങ്ങനെ ചെയ്തിട്ടുണ്ടോന്നൊക്കെ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും അല്ല ഞാൻ കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിൽ വരുന്ന 3 പേരാണ് ഇതിനകത്ത്. ഇപ്പം വാഴാന്ന് നിങ്ങൾ ചോദിച്ചല്ലോ, വാഴാന്ന് പേര് വരുമ്പോൾ അതിനകത്ത് ആക്ച്വലി പടം എന്ന് പറയുന്നത് മക്കളുടെയും അച്ഛന്മാരുടെയും കഥയാണ്. അപ്പൊ ഇതിനകത്തുള്ള അച്ഛൻ ക്യാരക്ടേഴ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നായക പ്രാധാന്യം തുല്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അത് ഗംഭീരമായിട്ട് തന്നെ ബാക്കി കണ്ടിട്ട് എല്ലാരും പറയാം. ഓക്കെ, ഇപ്പൊ അമിത് ഇതിനകത്തില്ല, നോബിച്ചേട്ടനുണ്ട്. നോബിച്ചേട്ടന്റെ വാഴയാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. വാഴ ഷർട്ടും ടീഷർട്ടും ഇട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതിന്റെ അകത്ത് ഇത്രയും മാച്ചായ ഒരു തന്തേ മോനെ, ഇത്രയും മാച്ചായ എനിക്കിത് ഭയങ്കര കൗതുകമായിരുന്നു കാണുന്ന സെറ്റിലൊക്കെ. നസർക്ക് ഞങ്ങള് ഗെറ്റപ്പ് പല ഗെറ്റപ്പല്ലേ, ഇങ്ങനെ നസർക്ക് എന്നെ ഇവരെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെയാണ്. അല്ല, ഇയാളുടെ ചെറുപ്പമുണ്ട്, ജമാന്റെ ചെറുപ്പമുണ്ട്, ഒരു പൈക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. അതും ഭയങ്കര രസമാണ്. അത് ഇവരൊക്കെ തോന്നുന്നു. അത് നല്ല രസമാണ്. ഈ അമിത്തിന്റെ ആണെങ്കിലും ചെറുപ്പം കാണിക്കുന്ന പയ്യനെ കണ്ടാലും. അപ്പൊ അസീസിന്റെ കൂടെ സിജു നിൽക്കുമ്പോഴാണെങ്കിലും കുറെ കഴിഞ്ഞ് നമ്മൾ സീൻ കണ്ടിട്ടൊക്കെ നിൽക്കുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക് എന്തോ ഒരു സാമ്യമൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ അതൊരു നല്ല കാസ്റ്റിംഗ് ആണ്. ഇത് കറക്റ്റ് അതാണ്. ആ പോസ്റ്ററിൽ തന്നെ നോക്കുമ്പോ കറക്റ്റ് രണ്ടുപേരും ഒരുപോലെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മോൻ? ഇവരെക്കാളി കുരുത്തക്കാടി ഞാൻ. ഷൂട്ടിങ് ക്യാമറ റോളിങ് പറഞ്ഞു കഴിയുന്നവരെ അത് മോനും ഇതപ്പനും, കട്ട് ചെയ്ത ഇവൻ മോനും അതപ്പനും. ആ ലെവലായിരുന്നു. ഇവനാണ് എന്നെ വിളിക്കുന്നത് സാധാരണ. ഇന്ന് ഞാനല്ലേ ചെന്ന് വിളിക്കണം, ഇവൻ വിളിക്കുക. അത്രയും ഭയങ്കര ഉത്തരവാദിത്തമുള്ള മോനാന്നൊക്കെ. അല്ല ജോമൻ നമുക്ക് പിന്നെ നമുക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര ഈ ഒരു ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരു അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. നാച്ചുറലാണെന്ന് പറഞ്ഞാൽ സത്യം നമുക്കൊരു ഷൂട്ടിങ്ങിനേക്കാളും നമ്മളൊരു വീട് പോലെ ആയിരുന്നു. അപ്പം നമ്മുടെ വീട് സീൻ ചെയ്യുമ്പോഴും നമ്മളൊരു വീട് പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ ആ സീനൊക്കെ ചെയ്യുമ്പോഴും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ അങ്ങ് ജീവിച്ചു ഞങ്ങള്. പിന്നെ വാഴയും കൂടെ അല്ലേ വീണ്ടും കർപ്പക ദൈവത്തിലേക്ക്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്? ഇബ്രാഹിം. പോയോണ്ട് പേരൊക്കെ മറന്നുപോയി. ഇതിനകത്ത് എല്ലാരും വാപ്പ പേര് വിളിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇപ്പം അങ്ങനെ ഇവരായിട്ട് വിളിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അത് 1-2 തന്നെ പിന്നെ ഇപ്പോഴും ഫോണിൽ സ്ക്രിപ്റ്റ് ഉള്ളതാണ് രാധാകൃഷ്ണൻ ഓർമ്മിച്ച് വെച്ചേക്കുന്നത്. ആ സിനിമയിൽ ഏതെങ്കിലും ഡയലോഗ് പറയാൻ ഇപ്പൊ പറയും. കാരണം ഇപ്പോഴും ഡയലോഗ് പഠിച്ചോണ്ടിരിക്കണല്ല. അതൊന്നും രാധാകൃഷ്ണൻ അന്ന് ഇബ്രാഹിം. വാപ്പ പൊളിയായിരുന്നു. പിന്നെ ഞാൻ മുമ്പ് നോബി ചേട്ടന്റെ പരിപാടികളൊക്കെ കാണുമായിരുന്നു. അവിടെ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ. ഞങ്ങൾ നേബേഴ്സാണ്. ഞങ്ങളൊരു പിന്നെ 10-12 കിലോമീറ്ററിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അത്ര കിലോമീറ്റർ ഡിഫറൻറ്റ് നെയ്ബേഴ്സ് അല്ലേ? ഒരേ നാട്ടുകാരാവും. നാട്ട് അല്ലേ? നാട്ടുകാരോ ആണോ? പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 45 കിലോമീറ്റർ ഞാനും ഇവനും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 150 കിലോമീറ്ററിന്റെ നെയ്ബേഴ്സാണ്. ഈ സെറ്റിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നോബി ചേട്ടൻ. ഇതിനാണ് ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിനാണ് വാഴ എന്ന് പറയുന്നത്. ഇത് രണ്ട് ഗ്യാങ്ങാണ്. ഒന്ന് പിള്ളേരുടെ ഗ്യാങ്, ഇതിനേക്കാളും ഇവരുടെ ഗ്യാങ്ങാണ്. അച്ഛന്മാരുടെ ഗ്യാങ് അവിടെ ഇരിക്കുമ്പോ ഭയങ്കര രസമാണ്. ഓരോരോ പസ്രാക്കൊള്ളിയും കുരുത്തക്കേടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല രസമായിരുന്നു. ഇവര് മുഴുവനും ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ആൾക്കാരല്ലേ എല്ലാവരും. അപ്പോൾ അവരുമായിട്ട് നമ്മളങ്ങ് സിങ്ക് ആകുമ്പോൾ നമ്മൾ അവരെക്കാളും ചെറുപ്പമാകും. അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ സീനിയറാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ച് മാറിയുന്ന ആ മാറി നിൽക്കലേ ഉണ്ടാവുള്ളൂ.
ഇപ്പം നിങ്ങൾ 3 പേരല്ലാതെ 4 പേരല്ലാതെ ഇവിടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്, മീനാക്ഷി. അപ്പം പറഞ്ഞാട്ടെ, പോസ്റ്റേഴ്സിൽ ഇല്ല, എന്നാലും പറ, എന്നാ ക്യാരക്ടറിന്റെ പേര്, എന്നാ വിശേഷം വാഴയെ പറ്റി? ഞാൻ ഇതിനകത്തൊരു ടോം ബോയ്ഷ് ക്യാരക്ടർ പരിപാടിയാണ് ചെയ്യുന്നത്. ഇവര് വാഴയുള്ളൂ, ഞാൻ വാഴയല്ല, നല്ല കുട്ടിയാണ്. ക്യാരക്ടറിന്റെ പേര് മായ. അപ്പൊ അതിനു വേണ്ടിയാണ് എന്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് സുന്ദരിയായിട്ട് വന്നിറങ്ങിയതാണ്. മീനാക്ഷിക്ക് ചേച്ചിയുണ്ട് നല്ല മുടിയൊക്കെ ഉള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. ഞാൻ ഓഡിഷന് പോയിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ബോയ് കട്ട് അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഒരു മേക്ക് ഓവർ, ഇത് മൂവിനെക്കാളും വലുതായി ഇപ്പൊ. ഇതിലും നല്ലപോലെ കട്ട് ചെയ്ത്, കാരണം കാസ്റ്റിംഗ് കോളിൽ തന്നെ ഉണ്ട്. ഒന്നെങ്കിൽ അല്ല, കാസ്റ്റിംഗ് കോളിൽ ഇത്രയാ പിക്ചർ ഇട്ടേക്കുന്നത്, ഞാൻ അത് വെച്ചിട്ടാണ് പോയത്. പക്ഷെ ബിപിൻ ചേട്ടൻ പറഞ്ഞു ഇതിലും കുറച്ച് നമ്മൾ കുറയ്ക്കും കേട്ടോ. അതിന്റെ ഇതെടുത്തിട്ടാണ് നമ്മള് കാസ്റ്റിംഗ് കോൾ വെച്ചത്. അത് വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. അത് അത്രയും എല്ലാം മുറിക്കുന്നത് ഡെഡിക്കേഷൻ അല്ലേ, മുടിയൊക്കെ കട്ട് ചെയ്യാനുള്ള ഡെഡിക്കേഷൻ. ഗുഡ് ഗേൾ. നമ്മള് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടെയുള്ള ക്രൂ? അയ്യോ അടിപൊളിയായിരുന്നു, ഫുൾ സെറ്റ്. എനിക്ക് നോബി ചേട്ടനായിട്ടില്ല കോമ്പിനേഷൻ, പക്ഷെ നസീർക്കായിട്ടുണ്ട്. അതിപ്പോ നല്ല സീനാ, ആണല്ലേ? രസമുള്ള ഒരു സീനാണ്. ഇല്ല ഇല്ല, മീനാക്ഷി കേട്ടോ. അപ്പൊ നല്ല അടിപൊളി സെറ്റായിരുന്നു. മൊത്തം റോസ്റ്റിംഗ് ആണ് ഇവരുടെ മെയിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, അതൊക്കെ തന്നെയാണ് മെയിൻ. ഇപ്പൊ നസീർക്ക് പറഞ്ഞല്ലോ, പണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ ഇപ്പൊ മമ്മൂക്കാന്റെ കൂടെ ആയിക്കോട്ടെ എല്ലാവരും കൂടെ അഭിനയിച്ചിട്ട് ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ കൂടെ അഭിനയിച്ചപ്പോ ഒത്തിരി പഠിക്കാൻ കിട്ടിയോ? എങ്ങനെയായിരുന്നു ഇവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നത്? ഇപ്പൊ ഡയറക്ടർ പോലും പുതിയ ആളാണ്, എന്നാൽ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ ഡയറക്ഷൻ ഉണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഭയങ്കര വലിയൊരു സംഭവമാണ്. സിംഗം, അതെ സിംഗമാണ്. കഴിവുള്ള ആളായിരുന്നു. പിന്നെ അല്ലാതെ അങ്ങനെ എന്നെ വിട്ടുപിടിക്കുക. അല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മൊത്തത്തിലുള്ള ഇവരുടെ അഭിനയത്തിൻ്റെ രീതികളും ഒക്കെ മാറ്റമുണ്ട്. ഇപ്പോൾ അഭിനയിക്കുകയല്ലേ, ബിഹേവ് ചെയ്യല്ലേ. പിന്നെ ഈ പറഞ്ഞവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ രീതിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ചിലപ്പം നമ്മൾ എല്ലാവരെയും അറിയണമെന്നില്ല. സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാളല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഇവരുടെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് വലുതാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. പുതിയ ആൾക്കാരോടൊപ്പം അവരുടെ ഒരു വേവ് ലെങ്തിനൊപ്പം നമ്മൾ നിന്ന് പോവുക എന്ന് പറയുന്നത് രസമുള്ള കാര്യമാണ്. അപ്പോൾ നസീർക്ക് തന്നെ പഴയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കാനെ പറ്റി, അതായത് കഥ പറയുമ്പോൾ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ്. അപ്പം മമ്മൂക്ക ഇന്നും നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത്, ഇപ്പൊ നസീർക്കാട് കുട്ടിക്കാലം തൊട്ട് മമ്മൂക്കാനെ കാണുന്നതാണ്. ഇന്ന് നസീർക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ മമ്മൂക്ക ഇന്ന് സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും ഇപ്പോഴും കാണുമ്പോഴും ഒക്കെ? എങ്ങനെയാണ് മമ്മൂക്കാൻ്റെ? എപ്പോഴും ഒരു കരുതൽ ഉണ്ട്, സ്നേഹമുണ്ട്. എന്ന് പറഞ്ഞ് എന്നും വിളിച്ച് മെസ്സേജ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരൊന്നുമില്ല. അത്യാവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ മെസ്സേജ് അയക്കും, അതിന് കൃത്യമായ മറുപടി തരും. വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കും, സംസാരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മളെ കൂടെ കൂട്ടുന്ന ഒരാൾ തന്നെയാണ്. അത് നമുക്കത് ഇഷ്ടമല്ലേ, നമ്മളെ കണ്ട് കൊതി തീരാത്ത ആൾക്കാരാണ് ഇപ്പോഴും അവരൊക്കെ. അപ്പോൾ അവരോടൊപ്പം വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതോടൊപ്പം ടെൻഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ നല്ലതാണല്ലേ പറയാം. നല്ലതാണ് എന്താ പറയുക. അല്ല നമ്മള് പ്രളയം വന്നല്ല, അതല്ല 2018 പ്രളയം വന്ന സമയത്ത് അതിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്തായിരുന്നു അബുദാബിയിൽ. അമ്മയുടെ ഷോ ചെയ്തായിരുന്നു. അപ്പം അമ്മയുടെ ഷോയിലെ ഫസ്റ്റ് സ്കിറ്റ് നസീർക്കയുടെ സ്കിറ്റാണ്. നസീർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സ്കിറ്റായിരുന്നു. മമ്മൂക്ക് ലാലേട്ടനാണ് അതിലെ സ്റ്റാർസ്, സെൻട്രൽ ക്യാരക്ടർ അവരാണ് ചെയ്യുന്നത്. അപ്പം ഇവരെ രണ്ടുപേരും വെച്ചിട്ട് ഒരു സീന് എടുക്കണം, ഷൂട്ട് ചെയ്യണം. രണ്ടുപേരെടുത്ത് ക്യാമറ വെച്ചിട്ട് അവർ രണ്ടുപേരുടെ ഇൻട്രോ ഗ്രീൻ മാറ്റൊക്കെ ഇട്ടെടുക്കുക. അപ്പൊ ഞാനും മമ്മൂക്ക ആദ്യം ഡ്രസ് എടുത്ത് വന്നിട്ടൊക്കെ വന്നപ്പോൾ മമ്മൂക്കാണ്ട് പറഞ്ഞു റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു നീ ഒരു ആക്ഷൻ പറ. അങ്ങനെ ഒറ്റ ദിവസം രണ്ടുപേർക്ക് ആക്ഷൻ പറയാം. പക്ഷെ അത് അതോടുകൂടി തീർന്നു പോയെന്നൊരു ഡൗട്ട് അല്ലേ.
ആ ഒരു ഭാഗ്യം അതോടുകൂടി പോയോ എന്നൊരു ഡൗട്ടിൽ കാണുക. അതൊന്നുമില്ല. പക്ഷെ എങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അല്ലേ? അതല്ല അവരോടൊക്കെ നമ്മളെ തൊണ്ടേന്ന് ശബ്ദം കൊണ്ട് വരണ്ടേ. അത് 2 ക്യാമറ, ഒരു ക്യാമറ അങ്ങോട്ട് വെച്ച് മമ്മൂക്കയുടെ ഇൻട്രോ എടുക്കുന്നു, ഇവിടെ നിന്ന് ഒരു ക്യാമറ തിരിച്ച് ലാലേട്ടന്റെ ഇൻട്രോ എടുക്കുന്നു. 2 പേരും ഒരുങ്ങിയിരിക്കുന്നത്. ആരുടെ ആക്ഷൻ പറയും? കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്കെന്നെ പറഞ്ഞൊരു ആക്ഷൻ പറഞ്ഞ എന്നാലേ ഒന്ന് ചെയ്യാനൊരു മൂഡ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു എടുത്തു. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഷോർട്സ് എല്ലാം വെച്ചിരുന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടാണ് ചെയ്തത്. 2 പേരും ഉഗ്രനായിട്ട് ചെയ്യുകയും ചെയ്തു. ഉഗ്ര സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. വീണ്ടും വാഴയിലും തെന്നി പോന്നു. അതെ, വീണ്ടും വാഴയിലേക്ക് ചലച്ചിത്ര രംഗത്തിലേക്ക് വീണ്ടും പോയത് ഒരു വാഴയെ തുടങ്ങിയത്. ഓക്കെ, തിരിച്ച് നമുക്ക് ഡയറക്ടറിലോട്ട് തന്നെ ഒന്നും കിടത്താം. അപ്പം ഡയറക്ടർ ആ ഒരു ഇതെടുക്കുമ്പോൾ ഗൗതമിൻ്റെ രഥം, അതിനുശേഷം ഇപ്പോൾ വാഴ, അതിൻ്റെ ഇടയ്ക്ക് വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, റൈറ്റർ അഭിനയിച്ചിട്ടുണ്ട്, ഫാമിലിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം വിപിൻ ചേട്ടൻ്റെ കൂടാണ് ഇതിലും വന്നേക്കുന്നത്. വിപിൻ ചേട്ടനാണ് സ്ക്രിപ്റ്റ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു വിപിൻ ചേട്ടൻ ഈ ഒരു കഥ പറയുമ്പോൾ? നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണോ സ്ക്രിപ്റ്റ് എഴുതിയത് അതോ? അല്ല, ആക്ച്വലി വാഴ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വാഴ എന്ന് പറയുന്ന കൺസെപ്റ്റും അതിൻ്റെ കഥയും കേൾക്കുന്നത് ഞാൻ 2018 വിപിൻ ചേട്ടൻ അന്ന് തൊട്ടേ പ്ലാനുള്ള സിനിമയായിരുന്നു വാഴ. അപ്പോൾ അന്ന് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഞാനും വിപിൻ ചേട്ടനും മറ്റേ ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് ചേട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവിടെ എറണാകുളത്ത് ഹാങ് ഔട്ട് ചെയ്യുമ്പോഴൊക്കെ വിപിൻ ചേട്ടൻ ഇതിൻ്റെ പ്രോസസ്സിലാണ്. അത് ഒരിക്കലും ഞാൻ ലൈഫിൽ പ്രതീക്ഷിച്ചില്ല കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളത്. ആ ഒരു സമയത്ത് ഒരുപക്ഷെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു സിനിമയെക്കുറിച്ച്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ അതിനകത്ത് നിതീഷ് ചേട്ടനൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് എന്നെ വിപിൻ ചേട്ടൻ ഫസ്റ്റ് വിളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വാഴ ഇങ്ങനെ നിനക്കറിയില്ലേ? അറിയാം. അപ്പോൾ എടാ അത് നമുക്കങ്ങ് ചെയ്താലോ. ഞാൻ വിചാരിക്കുന്നത് എന്നെ ഏതെങ്കിലും ചെറിയ പരിപാടിക്ക് അഭിനയിക്കാനായിരിക്കും വിളിക്കുന്നത്. കാരണം അന്താക്ഷരിക്ക് എന്നെ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അത് ചേട്ടാ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നീ ഡയറക്റ്റ് നമുക്ക് നീ ഡയറക്റ്റ് എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ മൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വാഴയിലേക്ക് എത്തുന്നത്. ആക്ച്വലി വാഴ അതുകൊണ്ട് 2018 മുതൽ എനിക്ക് പരിചയമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റൊക്കെ ഞാൻ ഈ അടുത്താണ്, ഈ പടം ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ കേൾക്കുന്നതും അത് വായിക്കുന്നതും ഒക്കെ. അപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് എന്താണ് അതിൻ്റെ എസെൻസ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് വിപിൻ ചേട്ടൻ ഇതങ്ങ് തരുക ചെയ്തോന്നൊക്കെ പറഞ്ഞല്ലേ. ഓക്കെ, ഇപ്പം ജോമനോട് ചോദിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പലനട വിപിൻ ചേട്ടൻ്റെ കൂടെ ഞാൻ അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പഴയ എനിക്ക് നേരത്തെ അറിയാം, ഒരു സബ് ജ്യൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗുരുവായൂരമ്പലനടയിൽ വന്നു, ഇപ്പോൾ വാഴയിൽ വന്നു. ഗുരുവായൂരമ്പലനടയ്ക്കകത്ത് ജോമൻ പറയുന്ന ഹിറ്റായിട്ടൊരു ഡയലോഗുണ്ട്. ആ എന്ന് നമുക്ക് വേണ്ടി പറയുമോ? ഏതാന്ന് വെച്ചാൽ അതിനകത്ത് അവരെല്ലാവരും കൂടെ വന്നെന്ന് പറയുന്നുണ്ട്, എന്താണ് സ്നേഹം? അപ്പോൾ പറയുന്നുണ്ട് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡയലോഗ് ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. അത് സീനുള്ള ഡയലോഗ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വേറെ അത് അടിപൊളി. അത് പറയാമോ? പുറത്തൊക്കെ അത് പറയാമോ? വേറെ എന്തെങ്കിലും പറഞ്ഞ പോലെ ഡയലോഗ് അല്ല, അത് പറയാൻ കൊള്ളാമോ? എനിക്കത് അറിയില്ല. കൊള്ളാൻ തോന്നുന്നു. പിന്നെ സിനിമ പറഞ്ഞ സാധനം ആൾക്കാർ കണ്ട് ചിരിക്കുകയും ചെയ്ത സീനാണ്. സത്യം നല്ല രസമുള്ള ഫ്ലാറ്റ് ആക്കിയ പെണ്ണെ ഫ്ലാറ്റ് ഉണ്ട് പോവാൻ പാ. കേക്കണോന്ന് പറഞ്ഞോണ്ട് പറഞ്ഞല്ല, സീരിയസ് ആക്കല്ലേ. സീരിയസ് ആക്കുന്നില്ല. യെസ്, ഓക്കെ. അതിനുശേഷം ഇപ്പൊ വാഴയിലേക്ക് വന്നു. അപ്പം ഡയറക്ടർ ആനന്ദാണെങ്കിലും വിപിൻ ചേട്ടൻ്റെ കൂടെ ചെയ്തതിനകത്ത് വിപിൻ ചേട്ടൻ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും സെറ്റിലും വിപിൻ ചേട്ടൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു വിപിൻ ചേട്ടൻ? വിപിൻ ചേട്ടൻ സെറ്റിൽ ഇടയ്ക്ക് വരുമായിരുന്നു. പിന്നെ മേനോന് ഞാൻ കല്യാണ കച്ചേരി മുതൽ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ സംസാരിപ്പിച്ചത് മേനോനാണ്. മേനോന്റെ പടത്തിലാണ് എനിക്ക് ഡയലോഗ് കിട്ടുന്നത് ആദ്യമായിട്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സെറ്റിൽ അഭിനയിക്കാൻ വേറെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരുമായിട്ട് ഇവരെല്ലാവരും നസീർക്ക കണ്ടെന്ന് പോലെ ഞാൻ നസീർക്ക ഭയങ്കര ചിരി പരിപാടി സംസാരിക്കും. പുള്ളിയൊക്കെ ഇച്ചിരി ജാടയാന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല. പിന്നെ നോവിച്ചേട്ടൻ ചില സമയത്ത് നമുക്ക് ഇവരാണ് പുതിയ തലമുറ എന്ന് തോന്നുന്നു. അത് ക്ലിയർ ആയിട്ട് ജാടയെന്നല്ല അതിന് പറയണ്ടേ. അത് നമ്മള് എന്താ പറയാ, നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരുടെ അടുത്തല്ലേ നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും പോയി നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പം
എങ്ങനെയാണ് അവർ കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയാണ് ഞാൻ അവരെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ പോലെ ഉള്ളൂ ഇവരൊക്കെ. ഇവനല്ല കേട്ടോ, ഇവനുടനെ പിന്നെ ഞാനൊക്കെ കൊച്ചിനെ പോലെയൊക്കെ പരിപാടിയൊക്കെ അങ്ങനെ ആവട്ടെ ചെറുതാവും. ഏഷ്യാനെറ്റിലേക്കല്ലേ ഞാനൊക്കെ ഇവനെ തിളങ്ങുന്ന ഉടുപ്പൂട്ടോണ്ട് വരും രാവിലെ ഞങ്ങളെ ചർച്ചില്. ഭയങ്കര രസമല്ലേ. കാര്യം നമ്മള് എന്താ പറയാ, ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഷോകളിൽ. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഇവരെല്ലാം, അസീസ് ആണെങ്കിലും നോബി ആണെങ്കിലും ഒക്കെ. നമ്മളെ കോമഡി ഷോസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇവരൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയുന്ന ഇവരൊക്കെ ചിരിച്ചോളും നമ്മൾ എന്ത് ചെയ്താലും. അതുകൊണ്ട് നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു പണ്ട് ചെയ്യാൻ. അതുപോലെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെയാണ് ഇത് അല്ലേക്കാ. ഇപ്പോഴാണ് നീ ആയത്. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അസീസിക്ക ആയിക്കോട്ടെ, നൽസൻ ചേട്ടൻ ആയിക്കോട്ടെ, ഇക്ക ആയിക്കോട്ടെ, നിങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ പരിചയമുള്ളതാണ്. അപ്പൊ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ പഴയ പല ഓർമ്മകളും വരുമായിരിക്കുമല്ലോ, ഇപ്പൊ സെറ്റിലുണ്ടായ തമാശകള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അന്ന് സെറ്റിലുണ്ടായ തമാശ ഇത് വേറെ തരത്തിൽ പോയിരിക്കും. ഞങ്ങൾ മാവിന്റെ വീട്ടിൽ പോയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് ഉണ്ട്. ഞങ്ങളൊരു സ്കിറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി ഏതെങ്കിലും പറഞ്ഞവന്റെ വീട്ടിൽ പോയി പിന്നെ റിഹേഴ്സൽ ചെയ്യണം. അടുത്ത കയറാനുള്ള ടെൻറ്റ് അടിച്ച് കയറുമ്പോൾ അപ്പൊ ഇവരടുത്ത് നമുക്ക് അപ്പോഴും പോകാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ സിനിമ വന്നതിന് ശേഷമല്ലേ ഇവനൊക്കെ ഇത്രയും നമ്മുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. പണ്ടിങ്ങനൊന്നും അങ്ങ് മാറിയൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. ആ സത്യമാണ്. അല്ല നമ്മളവർക്ക് ഒരു ബഹുമാനമൊക്കെ കൊടുക്കുകയല്ല ആ സമയത്ത്. നമുക്ക് ആ സമയത്ത് ഇപ്പോഴും കൊടുക്കുക സത്യമുണ്ട്. പറഞ്ഞോണ്ട് എനിക്ക് കിട്ടി. അതല്ല ഞങ്ങൾക്ക് അല്ല ടിനിയണ്ണനായ പോലും ഷാജൻ ചേട്ടനായാലും നസർക്കായാലും ഇവരെല്ലാവരും നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുള്ളവരാണ്. അതൊക്കെ ഒരു ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാണും, ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യും, യാത്രകൾ ചെയ്യും, ഒക്കെ ചെയ്യുന്നതല്ലേ. പിന്നെ ആ മതിലങ്ങ് പോവും. ആ സീനിയർ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഒരു മതിൽ നമ്മളങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നമ്മളങ്ങ് ഒന്നാവും, ഒരു കുടുംബം പോലെ പിന്നെ ഒരാവും. അങ്ങനെ ആയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയാ, ഒരു അതിർവരമ്പ് നിൽക്കും അപ്പുറത്തും ഇപ്പുറത്തും. അത് തീർന്നു അല്ലേ? തീർന്നു. അതിനാണ് നീ നേരത്തെ ജാടയെന്ന് പറയുന്നത്. നോബി ചേട്ടനും ഇപ്പം അസീസിക്കാനെ എടുക്കുകയാണെങ്കിൽ ഇവര് ഒരുമിച്ച് ഇപ്പോഴും ഷോ ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സിനകത്ത് ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ സിനിമയിലോട്ട് ഒരുമിച്ച് വന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു? അസീസ് ഞാനൊക്കെ എത്രയോ വർഷം കൊണ്ട് ഒരുമിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്തു. പിന്നെ ഒത്തിരി വർഷമായി. സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സൗഹൃദം ഇപ്പോഴും ഫാമിലി പരമായിട്ടെ മൊത്തത്തിൽ. ഇനി അത് ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കാണോ സിനിമ കൂടുതൽ കിട്ടുന്നത് അതനുസരിച്ചിരിക്കും. അങ്ങനെ അതില്ലതല്ല. നമ്മളെ എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പരസ്പരം അങ്ങോട്ട് കളിയാക്കിയ തീരുന്നുള്ളൊരു വിഷയങ്ങൾ. പെട്ടെന്നൊരു അസീസുക്കാനെയും ഇപ്പൊ നോബി ചേട്ടനും ഇക്കായും കൂടെ ഉള്ള ഒരു കഥ പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നതിനായിരിക്കും. ഇപ്പം ഒരു തമാശ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരുപാട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാനുണ്ടെന്നും. നല്ലതുമല്ല പറഞ്ഞത് ഇവനായതുകൊണ്ട്. അങ്ങനെ ഒരുമിച്ചുള്ളൊരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരുമിച്ചുള്ളൊന്നുമില്ലല്ലേ. ഒരുമിച്ചുള്ള കഥയൊക്കെ പറഞ്ഞാൽ തീർന്നു. അത് തന്നെ മതി. ഇപ്പൊ നീ പറഞ്ഞത് തന്നെ ബാക്കി ആൾക്കാർ ഊഹിച്ചെടുത്തുള്ളൂ. അതെന്നല്ല നീ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കഥ പറ ഉണ്ടാക്കി. അല്ല, അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനെ ഒന്നോ രണ്ടോ യാത്ര വല്ലതും ആണ്. അതാണ് നമ്മള് എത്ര സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അസീസ് പനിയായിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇരിക്കാനുള്ളൂ. അവനെ കൊല്ലായിരുന്നു. ഇപ്പൊ ഡയറക്ടർ തന്നെ പറയുവാണെങ്കിൽ ഇവർക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഇക്കൊക്കെ സീനിയർ ആയിട്ടുള്ള വർഷങ്ങൾ കൊണ്ടുള്ള എക്സ്പീരിയൻസ് ആയ ആക്ടർ. അപ്പൊ അവരൊക്കെ കൂടെ വർക്ക് ചെയ്തപ്പോ ഡയറക്ടർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിപ്പം നസീറിക്ക് നോബിച്ചേട്ടനും പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അത് തന്നെയാണ് ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം വേണ്ടത്. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ പോയി ഇടപഴകാനും ഒക്കെ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരാളാണ്. പ്രൊഫഷണലി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പോയി നമ്മളായിട്ട് സംസാരിക്കുമ്പോഴായാലും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് ഇവരെല്ലാവരും നിന്നിരുന്നത്. അപ്പം
എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പം ഇവര് പിന്നെ എന്താ പറയാ, രാജാക്കന്മാരാണല്ലോ. അത് നമ്മള് 5 പറഞ്ഞാൽ ഇവർ 10 നമുക്ക് തിരിച്ചു തരും. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട്. ഇറങ്ങുമ്പോഴായാലും നിങ്ങൾക്ക് അത് 100 പ്രേക്ഷകർ തിരിച്ചു തരണം. തീർച്ചയായിട്ടും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ. ഇപ്പൊ നസീർക്ക, ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞല്ലോ അച്ഛനായിട്ടുള്ള, അച്ഛൻ സീരിയസ് അച്ഛനാണോ അതോ കോമഡി അച്ഛനാണോ? അച്ഛൻ ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ നമ്മള് ചിരിക്കും. അല്ല അസുർക്ക ഇപ്പൊ നമ്മളിപ്പോ ഈ തമാശ പറയില്ലേ, നമ്മള് ലൊക്കേഷനിൽ വെച്ച് ഇങ്ങനെ ക്യാരക്ടറായി മാറുന്നു. പിന്നെ നമ്മളെ കണ്ട ആ ദേഷ്യം, അങ്ങനെ ദേഷ്യമൊക്കെയാണ്. പ്രൊഡക്ഷൻ ഭയപ്പെടുത്തൊക്കെ ഇങ്ങനെ ദേഷ്യം. എനിക്ക് ഭയങ്കര, ഞാനൊരു ദിവസം നമ്മള് ഒരു പ്രധാനപ്പെട്ട സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മോണിറ്ററിന്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, കയറാൻ പറ്റും. ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകും. അപ്പം ഞാൻ അത് എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നസീറൊക്കെ ഡോറൊക്കെ അടച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പം ഞാൻ ഓക്കെ അല്ലേ, ഓക്കെ ഞാൻ ക്യാരക്ടർ നമ്മള് ശരിക്കും മേടിച്ചോ. ഇത് എന്നാ അറിയാം, ഇത് അത് മാറാൻ കുറെ ദിവസം എടുത്തു. അത്രയും ദിവസം ഉണ്ടായിരുന്നു. 28 ദിവസത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമുക്കൊരു ക്യാരക്ടർ മനസ്സിൽ വെച്ച് ചെയ്യാനുള്ളൊരു സംഭവം ഉള്ള വേഷമാണ്. കുറെ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകും. അങ്ങനെ ആവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്താ ഞാൻ അങ്ങനെ ചോദിച്ചെന്ന്, ഇപ്പൊ സീരിയസ് പോലീസ് വേഷം ഉൾപ്പെടെ സീരിയസ് ക്യാരക്ടേഴ്സ് നസീർക്ക ചെയ്ത് അടിപൊളിയായിട്ട് തകർത്ത് എഴുതണം. അവിടുന്ന് കോമഡി ചെയ്യുമ്പോ എങ്ങനെയാ പറ്റുന്നേ? അത് പണം പൂ പറിക്കുന്ന നമ്മൾ വന്ന ഇതല്ലേ, തമാശകൾ ചെയ്തിട്ടല്ലേ വന്നേ. ഇപ്പോഴല്ലേ കുറച്ച് സീരിയസ് വേഷങ്ങളിലേക്ക് മാറിയെന്നുള്ളൂ. ഇപ്പോഴും ഇത് കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അതിൽ ഒരു ക്യാരക്ടർ എന്തെങ്കിലും വേണമെന്നുള്ളതേ ഉള്ളൂ. വെറുതെ നമ്മളൊരു തമാശ പറഞ്ഞൊരു ബഫൂണായി പോകുന്നതിനേക്കാളും എന്തെങ്കിലും വേണം ചെയ്യാൻ. അതേ ഉള്ള ആഗ്രഹം. എന്തെങ്കിലും പറയോ? ഞാനിത് ബാൻഡേജ് ഒട്ടിക്കുമ്പോഴല്ലേ അങ്ങോട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഞാനിവിടെ വലിയ മഹത്തരമായ അവൻ ചെരുപ്പേ നോക്കിക്കൊണ്ടിരിക്കും. അച്ഛനും മോനും ഒരുമിച്ച് ഇരുത്തണ്ടായിരുന്നു. ഓക്കെ, മീനാക്ഷി കുറെ നേരം കൊണ്ടിരിക്കുക. ഓക്കെ, മീനാക്ഷി ഇതിന് മുമ്പ് ചെയ്ത വാങ്കാണ് ആദ്യത്തെ പടം വാങ്കാണ്. അത് കഴിഞ്ഞിട്ട് വടക്കൻ എന്ന് പറഞ്ഞ മൂവി, അത് ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻസ് നടക്കുക. രണ്ടാമത് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന വാഴ. ഈ വാ വെച്ചുള്ള സിനിമയിൽ അഭിനയിക്കുള്ളൂ. വടക്കൻ വാങ്ക്, സെക്കൻഡ് വടക്കൻ, ഇപ്പൊ വാഴ. അടുത്ത ഇനി മീനാക്ഷി അത് പേരിടണം അതിന്. ഇല്ല, അടുത്ത വാഴ. ഓക്കെ, ഇപ്പം നസീർഖാന്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പം സീനിയർ ആയിട്ടുള്ള നസീർഖാന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? അത് പിന്നെ ഡെഫിനറ്റ് ആയിട്ടും. കാരണം നമ്മൾ ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലാവും. നസീറൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ ആണ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുക. ഇപ്പോൾ സജഷൻ ഷോട്ട് ആണെങ്കിലും എനിക്ക് വേണ്ടി അവിടെ ഇരിക്കുക. അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഡയലോഗൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സീനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളായിട്ട് ഇനി കുളമാക്കരുതല്ലോ. അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ. പക്ഷെ അടിപൊളിയായിരുന്നു. ഓക്കെ, ജോമോൻ എന്നെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ജോമോൻ പൊതുവെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ജോമോൻ അല്ല. ജോമോനെ റൂമിൽ നമ്മൾ എല്ലാരും കൂടി ഇരിക്കുകയാണെങ്കിൽ ജോമോൻ ഇങ്ങനെ അല്ല. ഇത് മറ്റേ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളൊരു പാതയൊക്കെ ഇരുത്തൂലേ, അതേപോലെ ജോമോൻ ഇരിക്കണതാണ്. ആണല്ലേ? ഇപ്പൊ സിജി ചേട്ടന്റെ കൂടെ രോമാഞ്ചം തൊട്ടേ ഉണ്ട്, ഇതിനകത്ത് വീണ്ടും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സിജി ചേട്ടന്റെ കൂടെ ചെയ്തപ്പോ? നമ്മള് രോമാഞ്ചത്തിന് മുമ്പ് നമ്മൾ അറിയും, പക്ഷെ മെസ്സേജ് ഒക്കെ അയക്കും, അങ്ങനെയുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നല്ല കമ്പനിയായി. അല്ലല്ല, അവന്റെ ഷിജുവിന്റെ ഞങ്ങൾ ഇതിനുമ്പോ, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കും. ഞാൻ ചോദിച്ചു ഷിജുവിന്റെ പ്രൊഫൈൽ പിക്ചർ പ്രഗ്നന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു കോൾ വിളിച്ച് സംസാരിച്ചൂടെ? എന്തുണ്ട് എന്തിനു മെസ്സേജ് അയക്കുന്നത്? അല്ല, അന്ന് അവൻ വീഡിയോസ് ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ തമ്മിൽ അറിയാം. ഇപ്പൊ കൂടുതൽ കമ്പനിയായി. ഈ പോസ്റ്റർ നോക്കുമ്പോ എല്ലാ അച്ഛനും മോന്റെ പുറകിൽ ഓരോ വാഴകളുണ്ട്. അതെന്താ അങ്ങനെ? അത് നമ്മൾ ഓരോരുത്തരും വെച്ച വാഴ പുറകിലല്ല, മക്കളുടെ പുറകിലാണ് എക്സാക്ട്ലി വാഴ വെച്ചിരിക്കുന്നത്. അതെ, അച്ഛൻ നട്ട വാഴ, അത് ഞാൻ രക്ഷപ്പെട്ടെന്നൊക്കെ. ഓക്കെ, എന്തായാലും ഭയങ്കര രസകരമായ ഒരു
കോമഡി എന്റർടൈനർ എന്ന് തന്നെ പറഞ്ഞൂടെ? അല്ല, നമ്മളിപ്പോൾ ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിലീസിന് വേണ്ടി ആഗ്രഹിക്കും. ഏത് സിനിമയിൽ നമ്മൾ ഒന്ന് ഔട്ട് വരുമ്പോൾ കാണാൻ കൊതിക്കുമല്ലോ, ഏത് സിനിമയിലും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സിനിമയുണ്ട് ഇത്, പെട്ടെന്ന് കാണാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയോ ഭയങ്കര സസ്പെൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് അഭിനയിക്കുമ്പോൾ ഒരു ത്രില്ലുണ്ടല്ലോ. സസ്പെൻസ് എലമെന്റ്സ് ഒന്നുമില്ല, സസ്പെൻസ് എലമെന്റ്സ് ആയിട്ടൊന്നുമില്ല. A to Z എന്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഒരു A to Z എന്റർടൈൻമെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇവരെല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ള രസകരമായിട്ടുള്ള ഫ്രഷ്നെസ് ഉണ്ട് സിനിമ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ. അതാണ്, അതായത് എല്ലാ മാതാപിതാക്കൾക്കും കണക്ട് ചെയ്യും, മക്കൾക്കും കണക്ട് ചെയ്യും. എല്ലാം ഇങ്ങനെ തലമുറയായിട്ടാണല്ലോ വരുന്നത്, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആണെങ്കിൽ തോന്നുക ഇത് ഈ ക്യാരക്ടർ ഞാനാണല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ട്. അങ്ങനെയാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നസീർക്ക് ആദ്യമേ പറഞ്ഞു നമ്മൾ വാഴ എന്ന വേർഡ് പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞ തലമുറകളോളം പാസ് ചെയ്ത് വന്നതെന്ന്. നസീർഖാനോട് അങ്ങനെ വാപ്പായുമായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഇല്ലല്ലോ. മക്കളോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ദൈവം അങ്ങനെ പറയേണ്ട വന്നിട്ടില്ല അതൊക്കെ. അല്ല, ഞാനത് ചുമ്മാ നാട്ടുകാർ പറയുന്നുണ്ട് ഈ സീസൺ ഓക്കെ. ഇപ്പൊ നമ്മൾ ആ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ സ്കൂൾ കുട്ടികൾ ഇപ്പൊ സോങ് തന്നെ സ്കൂൾ കാലത്തെ സോങ് ഉണ്ടല്ലോ, കോളേജ് കാലത്തെ സോങ് ഉണ്ട്. അപ്പം ഒരുപാട് കോളേജ് സ്റ്റോറീസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് വാഴ? അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ക്യാമ്പസ് സ്റ്റോറീസ് പോലെ ആ ക്യാമ്പസിന്റെ ഉള്ളിൽ നടക്കുന്ന കഥകളിലേക്കല്ല ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് മാത്രമാണ്. അതാണ് ഇതിന്റെ ബാക്കികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു എങ്ങനെയാണോ ഒരു വാഴ വളരുന്നത് അതേപോലെ ഒരു ഗാങ്ങിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അതിന്റെ എക്സാക്ട് റിസൾട്ട് എവിടെ എത്തുന്നു അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ ക്യാമ്പസ് മൂവി എന്ന് ഒരിക്കലും നമുക്ക് ടാഗ് ലൈൻ ചെയ്യാൻ പറ്റില്ല. അത് ക്യാമ്പസ് ഒരു സെക്ഷൻ മാത്രമാണ്, പക്ഷെ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് കുറെ ഇവരുടെ ലൈഫ് ടേണിംഗ് ആയിട്ടുള്ള കുറെ പരിപാടികളൊക്കെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പസ് അങ്ങനെ മൂവി നമുക്ക് പക്ക പറയാൻ പറ്റില്ല. ഒരു യൂത്ത് മൂവി എന്ന് പറയാൻ പറ്റും ഇൻ എ സെൻസ്. ഒരു ക്യാമ്പസ് കംപ്ലീറ്റ്ലി ക്യാമ്പസ് മൂവി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഫാമിലി മൂവിയാണെന്ന് വെച്ചാൽ ഫാമിലി മൂവിയും കൂടെയാണ്. അങ്ങനെയാണ് ഇത് മിക്സ്ചർ ഓഫ് ജോണേഴ്സ്. ഈ യങ്സ്റ്റേഴ്സ്, അതായത് പുതിയ നടന്മാരുടെ കൂടെ നസീർക്ക് അഭിനയിച്ചപ്പോ വീണ്ടും പഴയ കാലത്തേക്ക് പോയോ? ഞാനത് പറഞ്ഞിരുന്നു ചെറുപ്പത്തിലേക്ക്. ഞാനൊരു 21 വയസ്സിൽ വന്ന ആളാണ്, ഞാൻ നമുക്ക് സിനിമ വന്ന ആളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ കമ്പനി എന്ന് പറയുന്നത്, ഞാൻ കമ്പനി എന്ന് പറയാൻ പാടൊന്നും എനിക്കറിയില്ല. അന്ന് എന്നെ കൂടെ കൂട്ടിയിരുന്നൊക്കെ ഇന്നസെൻ്റ് ചേട്ടനും ജനാർദ്ദൻ ചേട്ടൻ തുടങ്ങിയ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അന്ന് മിമിക്രിയിൽ അത്യാവശ്യം തിളങ്ങിയിരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അറിയാമല്ലോ, അവർക്കെല്ലാം അറിയാം, പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേനും പുതിയ തലമുറയോടൊപ്പം കൂടുന്നതിൻ്റെ ഒരു സുഖമില്ലേ, ഒരു രസമുണ്ട്. അപ്പൊ കുറച്ചും കൂടെ പ്രായം കുറച്ചും കൂടെ കുറഞ്ഞ പോലെ പണ്ടത്തെ കാലത്തേക്ക് പ്രായമാണോ? നീ എന്തിനാ പ്രായം മനസ്സിൽ കുറഞ്ഞു നമ്മള് പിന്നെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ അങ്ങനെ പറയുന്നത് പുള്ളി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി പോണ നമ്മളെ കൊച്ചു കുട്ടികൾ. ഞാൻ അന്നും ഇന്നും എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ ബുദ്ധി വളർന്നിട്ടില്ല. നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? അച്ഛന്മാര് തമ്മിൽ ഭയങ്കര ദേഷ്യമാണ്. ഏത് കോമ്പറ്റീഷനാണ് എന്നെ കണ്ടത്? ആണോ? ഈ നോബിച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെ സെറ്റില്? അതല്ല, സിനിമയില് പരസ്പരം എപ്പോഴും കണ്ടാൽ ഇതുവരെ എന്റെ മുഖത്തൊക്കെ ചിരിച്ചിട്ടില്ല. എനിക്ക് ഒരു സീനിൽ മാത്രമേ ചിരിച്ചിട്ടുള്ളൂ, വേറെ ഒറ്റ സീനിൽ ചിരിച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ പുരികം അങ്ങ് കയറും. എന്തിനാ പുറത്തിറങ്ങുമ്പോ പിന്നെ അതെ ചിരിച്ച് കൊല്ലുമെന്ന്. ഓക്കെ, ഇപ്പൊ ഡയറക്ടറിനോട് ചോദിക്കുകയാണെങ്കിൽ ഡയറക്ടറാണ്, ആക്ടറാണ്, സിംഗറാണ്. ഇനി അഭിനയത്തിലോട്ട് മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ മുന്നോട്ട് താല്പര്യം? ഡയറക്ഷനിലോട്ട് മാത്രമാണോ? ഗായകനായിട്ട് മാത്രമാണോ? എന്താണ് പ്ലാൻസ്? ഞാൻ ബേസിക്കലി ഞാൻ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച ഡയറക്ടറായിട്ട് തന്നെയാണ്. അതിന്റെ പാരലലി എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചത് ഇപ്പം വിപിൻ ചേട്ടനും നിതീഷ് ചേട്ടനും ഒക്കെ കൂടെയാണ്. ഞാൻ ആക്ച്വലി ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന അങ്ങനെ അഭിനയിച്ചു വന്ന ഒരാളാണ്. അപ്പോഴും എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ അഭിനയിക്കണം, ആ പാഷനോടുകൂടി വന്ന ആളല്ല സിനിമയിലേക്ക്. ഞാൻ ഡയറക്റ്റ് ചെയ്യാനും എഴുതാനും
എഴുതി ഡയറക്റ്റ് ചെയ്യാനും എഡിറ്ററായിട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിഹൈൻഡ് ദ ക്യാം. പിന്നെ അഭിനയം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല രസമുള്ള പരിപാടികൾ, ഇപ്പം ഫാലിമിയിലായാലും നിതീഷ് ചേട്ടൻ എന്നെ വിളിക്കുന്നത് എന്താണ് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആ ചെറിയ പരിപാടി തന്നെ എനിക്ക് ഭയങ്കര രസമുള്ളൊരു സീനായിരുന്നു. അങ്ങനെയുള്ള ഒരു കംഫർട്ട് സോണിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ ഡയറക്ടർ? ഇല്ല, ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ എന്തായാലും ഓഗസ്റ്റ് മാസം 15-ാം തീയതി മൂവി തിയേറ്ററിലേക്ക് വരിക. കൺക്ലൂഷന് മുമ്പായിട്ട് ഒരു രണ്ടൊരു പാട്ട് പാടും. അല്ല, ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും ആനന്ദിന് പോവാം, പാട്ട് കാണാൻ പോവാം, നല്ലപോലെ പാടും. ഞങ്ങൾ അങ്ങോട്ട് പോകും. ഉണ്ടായിരുന്ന സ്റ്റേജ് പ്രോഗ്രാമിന്റെ കാര്യം തീരുമാനം. അതെ, എല്ലാരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു 2 വരി. ഇനിയിപ്പോ എങ്ങോട്ട് അതല്ലേ അല്ല ഇവൻ ചോദിക്കായിരുന്നേ. അല്ല, ഞാൻ പറഞ്ഞ ആനന്ദിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പാട്ടിലേക്ക് തിരിയാം, ഡയറക്ഷനിലേക്ക് തിരിയാം, അഭിനയത്തിലേക്ക് തിരിക്കാം, സ്ക്രിപ്റ്റിലേക്ക് തിരിക്കാം, എഡിറ്റിലേക്ക് തിരിക്കാം. ഞങ്ങൾ എന്ത് ഉണ്ടായിരുന്ന സ്റ്റേജ് പ്രോഗ്രാമും ഇല്ല. അല്ലേ, DJ വിഷയം വെച്ചല്ലേ. ഒരു പാട്ട് പാടും. ഓക്കെ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദവിശ്വനം, പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദവിശ്വനം, പിന്നെയും പിന്നെയും മാറൂ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദവിശ്വനം, പടി കടന്നെത്തുന്ന പദവിശ്വനം. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ എന്തെറ്റി മോനെ കുഴപ്പമില്ല. അച്ഛനും മോനും അവിടെ എന്തോ ഞാൻ താളം പിടിക്കാറാണ്. അല്ലല്ല ചെയ്താണെങ്കിലും ആനന്ദിന് അതൊരു വലിയ അടുത്ത വരി ആലോചിച്ചെടുത്തപ്പോ ഞാൻ താളം കൊടുത്ത അതിനോട് താളം കൊടുത്തപ്പോ ഇനി എന്താ പ്രശ്നം ചിരിയൂല. അതാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം, ലിറിക്സ് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി 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 അടിപൊളിയായിട്ടാ പാടിയിട്ടുണ്ട്. ഇതിൽ പാടിയിട്ടുണ്ടോ? വാഴയിൽ പാടിയിട്ടുണ്ടോ? വാഴയിൽ പാടിയിട്ടുണ്ടോ? മറ്റേതിൽ ഇല്ലല്ലോ, മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് വാഴയിൽ പാടിയിട്ടുണ്ട്. എന്നാലും ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിൽ വരികയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്താണ് വാഴ എന്നറിയാൻ വേണ്ടി. സോ ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് എന്നാ പറയാനുള്ളത്? ഇതൊരു നല്ല സിനിമയായിരിക്കും. നമുക്കെല്ലാ ഫാമിലീസിനും എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഇതിൽ ഈ പറയുന്ന പോലെ വലിയ താരമൂല്യമുള്ള എന്നുവെച്ചാൽ അത്രയും പോസ്റ്ററിൽ കണ്ട ഉടനെ ഇടിച്ചു കയറാൻ പറ്റുന്ന താരങ്ങളുള്ളൊരു സിനിമയല്ല. ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഈ സിനിമയ്ക്ക്. അതെ, ഞങ്ങളും ആ ഒരു പ്രതീക്ഷയോടുകൂടി 15-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.